നവംബർ 15-ാം തീയതി ഹിന്ദു ന്യൂസ് പേപ്പറിൽ നിന്നും വായിച്ചിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക്കുകൾ ഏതൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. ആദ്യത്തെ ടോപ്പിക് എന്ന് പറയുന്നത് ഒന്നാമത്തെ പേജിൽ തന്നെയുള്ള ആപ്സ്വ ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട് മണിപ്പൂരിലെ 6 കലാപ പ്രദേശങ്ങളിൽ ഇംപ്ലിമെന്റ് ചെയ്തു എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ആംഡ് ഫോഴ്സ് സ്പെഷ്യൽ പവേഴ്സ് ആക്ട്, എന്താണ് ഇതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ട്. വളരെയധികം ക്രിറ്റിസിസം നേരിടുന്ന ഒരു ആക്ട് ആണ് ആപ്സ്വ എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അതുമായി ബന്ധപ്പെട്ട ഇഷ്യൂസ് എന്നും നമ്മൾ വരും ദിവസങ്ങളിൽ കൃത്യമായിട്ട് മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അടുത്തത് നമ്മുടെ രാജ്യത്തെ ഫോറിൻ ട്രേഡുമായി ബന്ധപ്പെട്ടാണ്. എക്സ്പോർട്സ് റീബൗണ്ട് ആയെങ്കിലും ഒക്ടോബറിലെ ഇമ്പോർട്ട് ബില്ല് ഹയസ്റ്റ് റെക്കോർഡിലേക്ക് പോയി എന്ന് പറഞ്ഞിട്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ എന്താണ് ഈ ഒരു എക്സ്പോർട്ടിലും ഇമ്പോർട്ടിലും സംഭവിച്ചത്, എന്താണ് ഇതിന്റെ കാരണങ്ങൾ എന്നുള്ളതാണ് നമ്മൾ ഈ ഒരു ഫോറിൻ ട്രേഡുമായി ബന്ധപ്പെട്ട് മനസ്സിലാക്കി വെക്കേണ്ടത്. അടുത്തത് സേവിംഗ് ഓഫ് ഡോക്ടേഴ്സ് എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ ഇതിൽ മെഡിക്കൽ പ്രൊഫഷണൽസ് നേരിടുന്ന ചാലഞ്ചസിനെ കുറിച്ചും എങ്ങനെയാണ് ഇത്തരത്തിലുള്ള അതിക്രമങ്ങളിൽ നിന്ന് ഈ ഒരു മെഡിക്കൽ പ്രൊഫഷണൽസിനെ രക്ഷിക്കുക എന്നതിനെ സംബന്ധിച്ച് അവർക്ക് എങ്ങനെയാണ് ഒരു സേഫ് ആയിട്ടുള്ള വർക്കിംഗ് എൻവയോൺമെന്റ് പ്രൊവൈഡ് ചെയ്യുക എന്നതിനെ സംബന്ധിച്ച് വന്നിട്ടുള്ളതാണ്. അപ്പോൾ അതും നമ്മൾ ഓൾറെഡി പല പ്രാവശ്യം വെസ്റ്റ് ബംഗാളിൽ ഘർ മെഡിക്കൽ കോളേജിൽ നിന്നൊക്കെ ഉള്ളത് ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതിന്റെ തുടർച്ചയായിട്ട് വാല്യൂ ആഡ് ചെയ്ത് നമ്മൾ പഠിക്കേണ്ടതാണ്. അടുത്തത് ലെവറേജ് സിമിലാരിറ്റി കോംപ്ലിമെന്റാരിറ്റി ഇൻ നൈജീരിയ എന്ന് പറഞ്ഞാൽ ഇന്ത്യയും നൈജീരിയയും തമ്മിലുള്ള റിലേഷൻസും തമ്മിലാണ്. അപ്പോൾ നൈജീരിയ എന്ന് പറയുന്ന കൺട്രി എവിടെയാണ്, അതിന്റെ ലൊക്കേഷൻ എവിടെയാണെന്ന് നമുക്കറിയാം, ആഫ്രിക്കൻ കൺട്രിയാണ്. അപ്പോൾ അവിടെ ഇന്ത്യയും നൈജീരിയയും തമ്മിലുള്ള ഹിസ്റ്റോറിക്കൽ ആയിട്ടുള്ള കൾച്ചറൽ ടൈസ് എങ്ങനെയാണ്, ആ ഒരു ഫോറിൻ റിലേഷൻ എങ്ങനെയാണ് വർദ്ധിക്കുന്നത്, ഈ ഒരു ബന്ധം മെച്ചപ്പെടേണ്ടത് ഇന്ത്യയുടെ ആവശ്യകതയാണോ, എന്താണ് അതിന്റെ റിലവൻസ് എന്നുള്ള കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ഓപ്പറേഷൻ കവച് എന്ന് പറയുന്ന ഒരു ഡ്രഗ് ട്രാഫിക് റിലേറ്റഡ് ആയിട്ടുള്ള ഓപ്പറേഷൻസുമായി ബന്ധപ്പെട്ടാണ്. അപ്പോൾ എന്താണ് ഈ ഒരു ഓപ്പറേഷൻ കവച് എന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അപ്പോൾ അതിന്റെ ബേസിക് ഡീറ്റെയിൽസ് മനസ്സിലാക്കുക. ഒരു വ്യക്തിയെ ഡീറ്റെയിൻ ചെയ്തു എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ് വന്നിട്ടുണ്ടായിരുന്നത്. അടുത്തത് കാനഡയിൽ സ്റ്റുഡന്റ് വിസയുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു മാറ്റാണ് SDS വിസ എന്നാണ് വിളിക്കുന്നതായിട്ടുള്ളത്. ഹൗ വിൽ SDS വിസ മൂവ് ഹിറ്റ് സ്റ്റുഡൻസ് എന്ന് പറഞ്ഞ് പേജ് 12 വന്നിട്ടുള്ളതാണ്. അപ്പോൾ ഈ ഒരു സ്റ്റുഡന്റ് ഡയറക്റ്റ് സ്ട്രീം വിസ എന്താണ്, നിലവിലുള്ള വിസയിൽ നിന്നും പ്രത്യേകിച്ചും ഫാസ്റ്റ് ട്രാക്ക് വിസ പ്രോഗ്രാമുകൾ ഡിസ്കണ്ടിന്യൂ ചെയ്യുന്നുണ്ട്, ഇതെങ്ങനെയാണ് ഇന്ത്യൻ സ്റ്റുഡൻസിനെയും മറ്റുമൊക്കെ ബാധിക്കുക എന്നുള്ളതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. പ്രത്യേകിച്ചും ഇന്ത്യയും കാനഡയും തമ്മിലുള്ള ബന്ധം വളരെ മോശമായിട്ടുള്ള സാഹചര്യത്തിൽ, ഡിപ്ലോമാറ്റിക് റിലേഷൻസ് ഒക്കെ മോശമായ സാഹചര്യത്തിൽ ഇത്തരത്തിലുള്ള കാനഡയുടെ ഭാഗത്തു നിന്നുള്ള നീക്കങ്ങൾ എങ്ങനെയാണ് ഇന്ത്യൻ സ്റ്റുഡൻസിനെയും ഇന്ത്യക്കാരെയും ബാധിക്കുന്നതെന്ന് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുണ്ട്. അടുത്തൊരു വാർത്ത സുപ്രീം കോടതിയിൽ നിന്നാണ്. ഹേറ്റ് സ്പീച്ച് ഒരിക്കലും ഫാൾസ് ക്ലെയിമുമായിട്ട് നമുക്ക് ഇക്വേറ്റ് ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ടുള്ള വാർത്തയാണ്. അപ്പോൾ സുപ്രീം കോടതി എന്താണ് ഈ ഒരു ഹേറ്റ് സ്പീച്ച് അതുപോലെ ഫാൾസ് ക്ലെയിമുമായി ബന്ധപ്പെട്ട വിഷയത്തിൽ പറഞ്ഞിട്ടുള്ളതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. മറ്റൊന്നാണ്, നമ്മുടെ രാജ്യത്തെ 39 കാറ്റഗറീസ് ഓഫ് ഇൻഡസ്ട്രീസിന് 2 ഡ്യുവൽ ക്ലിയറൻസ് ആവശ്യമില്ല. അതായത് എൻവയോൺമെന്റ് ക്ലിയറൻസ് സെപ്പറേറ്റ് ആയിട്ടും കൺസെന്റ് ടു എസ്റ്റാബ്ലിഷ് സെപ്പറേറ്റ് ആയിട്ട് വേണ്ട, ഇത് രണ്ടും കൂടെ ഒന്നിച്ച് കിട്ടും എന്ന് പറഞ്ഞുകൊണ്ടുള്ള ഒരു വാർത്തയാണ്. അപ്പോൾ ഇതൊക്കെ ആരാണ് ഇഷ്യൂ ചെയ്യുന്നതായിട്ടുള്ളത്? അപ്പോൾ ഇതിൽ ഈ ഒരു 39 കാറ്റഗറീസ് ഓഫ് ഇൻഡസ്ട്രീസിലെ വൈറ്റ് കാറ്റഗറി ഓഫ് ഇൻഡസ്ട്രീസ് എന്നാണ് വിളിക്കുന്നത്. അപ്പോൾ എന്താണ് ഈ ഒരു വൈറ്റ് കാറ്റഗറീസ് ഓഫ് ഇൻഡസ്ട്രി? ലെസ് പൊല്യൂട്ടിംഗ് ആയിട്ടുള്ള, പൊല്യൂഷൻ വളരെ കുറവായിട്ടുള്ള ഇൻഡസ്ട്രീസിനെയാണ് വൈറ്റ് കാറ്റഗറി ഓഫ് ഇൻഡസ്ട്രീസ് എന്ന് വിളിക്കുന്നത്. മറ്റ് കളറുകളിലും ഗ്രീൻ, റെഡ് എന്നൊക്കെ പറഞ്ഞു മറ്റും കളറുകളിലും ഇൻഡസ്ട്രീസ് ഉണ്ട്, ഡിപ്പെൻഡ്സ് അപ്പോൺ പൊല്യൂഷൻ ലെവൽ എന്ന് ഓർത്ത് വെക്കുക. അപ്പോൾ എന്താണ് ഈ ഒരു വൈറ്റ് കാറ്റഗറി ഇൻഡസ്ട്രീസ്? ഇത്തരത്തിലുള്ള ഒരു ക്ലിയറൻസ്, ഈസ് ഓഫ് ഡൂയിങ് ബിസിനസ് അല്ലെങ്കിൽ രാജ്യത്തെ ബിസിനസ് പ്രവർത്തനങ്ങളെ മെച്ചപ്പെടുത്തുന്നതിന് വേണ്ടിയിട്ടും എളുപ്പത്തിൽ ബിസിനസ് ചെയ്യുന്ന സാഹചര്യം ഒരുക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെയാണ് ഇത്തരത്തിലുള്ള സ്റ്റെപ്പുകൾ എടുത്തുള്ളത്. അപ്പോൾ എന്താണ് അതുകൊണ്ട് ഉദ്ദേശിക്കുന്നതെന്നൊക്കെ മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കാം. അടുത്തൊരു വാർത്ത എന്ന് വെച്ചാൽ ബേസിക് കൺട്രീസ് ആസ് നാഷൻസ് അറ്റ് COP29 ടു ഓണർ കമ്മിറ്റ്മെന്റ്സ് ഫോർ ക്ലൈമറ്റ് ഫിനാൻസ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. അപ്പോൾ COP29 അസർബൈജാനിലെ ബക്കൂവിൽ നടക്കുവാണെന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. ഈ ഒരു ബേസിക് കൺട്രീസ് ആരൊക്കെയാണ്? ഈ ബേസിക് കൺട്രീസ് നമ്മൾ ബ്രസീൽ, ആഫ്രിക്ക സൗത്ത്, അതാണ് സൗത്ത് ആഫ്രിക്ക, ഇന്ത്യ, ചൈന, ഈ രാജ്യങ്ങൾ പ്രത്യേകിച്ചും ഉയർന്നു വരുന്ന ഡെവലപ്പിംഗ് കൺട്രീസ് ആണ്. അപ്പോൾ ഈ രാജ്യങ്ങൾ ഈ ഒരു ക്ലൈമറ്റ് ഫിനാൻസ് ബഹുമാനിക്കാൻ പഠിക്കണമെന്നാണ് പറഞ്ഞിരിക്കുന്നതായിട്ടുള്ളത്. അപ്പോൾ ആരാണ് ബേസിക് കൺട്രീസ്, എന്താണ് അവർ COP29 പറഞ്ഞതെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അപ്പോൾ ആ ഒരു കാര്യങ്ങളും കൂടെ മനസ്സിലാക്കേണ്ടതായിട്ട്. അടുത്തൊരു വാർത്ത ഡിസ്കവറി ഓഫ് ഇൻസുലിൻ ആൻഡ് ദ ഫ്ലെയിം ഓഫ് ഹോപ്പ് എന്നുള്ളതാണ്. അപ്പോൾ ഇൻസുലിൻ എന്ന് പറയുന്ന എൻസൈം, അതിന്റെ കണ്ടെത്തലും അതെങ്ങനെയാണ് ഡയബറ്റീസ് ട്രീറ്റ്മെന്റിന് സഹായിച്ചതെന്നും ഒക്കെയാണ് നമ്മൾ പറയുന്നത്. അപ്പോൾ ടൈപ്പ് 1 ഡയബറ്റീസും ടൈപ്പ് 1 ഡയബറ്റീസും എന്തൊക്കെയാണെന്നുള്ളതും ഡയബറ്റീസിന്റെ ക്ലാസിഫിക്കേഷൻ ഒക്കെ ബേസിക് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി കോമൺ ആയിട്ട് നമ്മുടെ പബ്ലിക്കിൽ കാണുന്ന ഒരു നോൺ കമ്മ്യൂണിക്കബിൾ ഡിസീസ് ആണ് ഡയബറ്റീസ് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ബ്ലഡ് ഷുഗർ എന്ന് പറയുന്നത്. അപ്പോൾ അതെന്താണെന്നുള്ളത് ബേസിക് ആയിട്ട് മനസ്സിലാക്കാൻ വേണ്ടി ശ്രമിക്കുക എന്നുള്ളതാണ്. അടുത്തത് ഫാർമസിസ്റ്റ് ഇഷ്യൂ കോഷൻ ഓവർ ഓൺലൈൻ പ്ലാറ്റ്ഫോം ഫോർ ഡ്രഗ് ഡെലിവറി എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. നമ്മുടെ രാജ്യത്ത് മരുന്നുകൾ നമുക്കിപ്പോൾ ഓൺലൈനിലും വാങ്ങാൻ വേണ്ടി പറ്റും. അപ്പോൾ ഈ ഓൺലൈനിൽ മരുന്നുകൾ വാങ്ങുമ്പോൾ നമ്മളിപ്പോൾ
ശരിക്കും ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ വേണോ വേണ്ടയോ എന്നുള്ളത് സംബന്ധിച്ചുള്ള കൺഫ്യൂഷൻസ് ഒക്കെ ഉണ്ട്. അപ്പോൾ ആൾക്കാർ ഡോക്ടറുടെ പ്രിസ്ക്രിപ്ഷൻ ഒന്നും ഇല്ലാതെ ഓൺലൈനിൽ മരുന്നുകൾ വാങ്ങുമ്പോഴുള്ള പ്രശ്നം എന്താണെന്ന് വെച്ചാൽ അത് ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് പോലുള്ള സംഭവങ്ങൾക്ക്, പ്രത്യേകിച്ചും ഈ ഒരു രോഗപ്രതിരോധ ശേഷി നഷ്ടപ്പെടുന്ന അല്ലെങ്കിൽ ഈ ബാക്ടീരിയാസ് നമ്മളുടെ മരുന്നുകൾക്കെതിരെ രോഗപ്രതിരോധ ശേഷി നേടുന്ന ഒരു അവസ്ഥയൊക്കെ ഉണ്ട്. ആന്റിമൈക്രോബിയൽ റെസിസ്റ്റൻസ് AMR എന്ന് വിളിക്കും. അത്തരൊരു സാഹചര്യത്തിലേക്ക് പോകും. സോ ഇതുമായി ബന്ധപ്പെട്ട് വന്ന വാർത്തയാണ്. ഫാർമസിസ്റ്റുകൾ ഇത്തരം ഒരു കാര്യം ഉന്നയിച്ചതാണ്. അപ്പോൾ അത് എന്താണ് ഫാർമസിസ്റ്റുകൾ അങ്ങനെ പറയാൻ കാരണം എന്നൊക്കെയാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അടുത്തൊരു 4 വാർത്തകൾ ഹിന്ദുവിന്റെ ഡിജിറ്റൽ എഡിഷൻ എന്നുള്ളതാണ്. ഇന്ത്യ ഈസ് ഗോയിങ് ഫോർ അഡാപ്റ്റീവ് ഡിഫൻസ് എന്നാണ് രാജ്നാഥ് സിംഗ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ എന്താണ് ഈ ഒരു അഡാപ്റ്റീവ് ഡിഫൻസ്? ഇന്ത്യ എന്തുകൊണ്ടാണ് അഡാപ്റ്റീവ് ഡിഫൻസിലേക്ക് പോകുന്നത്? എന്താണ് അതിന്റെ സിഗ്നിഫിക്കൻസ് എന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. നമ്മുടെ ഡിഫൻസുമായി ബന്ധപ്പെട്ടുള്ള ഒരു പുതിയ മാറ്റം, ഒരു പുതിയ ചേഞ്ച് ആണിത് എന്ന് പറയാൻ പറ്റും. അടുത്തൊരു വാർത്ത, വേൾഡ്സ് ലാർജസ്റ്റ് കോറൽ ഫൗണ്ട് നിയർ സോളമൻ ഐലൻഡ്സ് എന്ന് പറഞ്ഞിട്ട് സയന്റിസ്റ്റുകളുടേതാണ്. അപ്പോൾ ലോകത്തിലെ ഏറ്റവും വലിയ കോറൽ, ലാർജസ്റ്റ് കോറൽ സോളമൻ ഐലൻഡ്സിന്റെ അടുത്ത് ഫൗണ്ട് ചെയ്തു എന്നുള്ളതാണ്. അപ്പോൾ എവിടെയാണ് ഈ സോളമൻ ഐലൻഡ്സ്, അതിന്റെ ലൊക്കേഷൻ എവിടെയാണ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങൾ, പിന്നെ ഈ ഒരു ന്യൂസിന്റെ ലാർജസ്റ്റ് കോറൽ എവിടെയാണ്, പവിഴപ്പുറ്റ് എവിടെയാണ് എന്നുള്ള ബേസിക് ഡീറ്റെയിൽസും ജിയോഗ്രഫി റിലേറ്റഡ് ആയിട്ട് ഇമ്പോർട്ടന്റ് ആണ്. അടുത്തത്, കമ്പനീസ് അപ്പറ്റൈറ്റ് ഫോർ ചീപ്പ് കാർബൺ ഓഫ്സെറ്റ് സ്റ്റോക്സ് ഫിയേഴ്സ് ഗ്രീൻ വാഷിംഗ് എന്നുള്ള ഒരു വാർത്തയാണ്. നമ്മൾ കാർബൺ ട്രേഡ് മെക്കാനിസത്തെ കുറിച്ചും അതുപോലെ കാർബൺ മാർക്കറ്റിനെ കുറിച്ചും ഒക്കെ കഴിഞ്ഞ ദിവസങ്ങളിൽ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. COP29ലും അതുമായി ബന്ധപ്പെട്ട ഡിസ്കഷൻ നടക്കുന്നുണ്ട്. ഈ ഒരു കാർബൺ മാർക്കറ്റുമായി പറയുമ്പോൾ ഏറ്റവും കൺഫ്യൂസിംഗ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡൗട്ട്ഫുൾ ആയിട്ടുള്ള 2 കാര്യങ്ങളാണ് കാർബൺ ഓഫ്സെറ്റ്, അത് കാർബൺ ട്രേഡ് ആണ്. രണ്ടാമത്തത് ഗ്രീൻ വാഷിംഗ് ആണ്. അതായത് തെറ്റായിട്ടുള്ള രീതിയിൽ ഈ ഒരു കാർബൺ ക്രെഡിറ്റ് നേടിയെടുക്കുന്ന സാഹചര്യമാണ് ഗ്രീൻ വാഷിംഗ് എന്ന് പറയുന്നത്. അപ്പോൾ എന്താണ് അത് സംഭവം? അത്തരത്തിലുള്ള ഒരു വറി വരാൻ കാരണം എന്താണ്, ടെൻഷൻ വരാൻ കാരണം എന്താണെന്നാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. ഇപ്പോൾ ഗ്രീൻ വാഷിംഗ് വളരെ പ്രധാനപ്പെട്ട ഐഡിയ ആണ് എന്ന് ഓർത്ത് വെക്കേണ്ടതായിട്ട്. അടുത്തത്, ബുദ്ധിസ്റ്റ് മോങ്സ് ടു ലോങ് 1000 കിലോമീറ്റർ പദയാത്ര ഫ്രം സന്നദ്ധി ടു ബംഗളൂരു ഫോർ ഡെവലപ്മെന്റ് ഓഫ് ആൻഷ്യന്റ് ബുദ്ധിസ്റ്റ് സൈറ്റ് എന്നുള്ളതാണ്. ഓൺലൈനിൽ വന്നിട്ടുള്ളതാണ്. അപ്പോൾ എന്താണ് ഈ ഒരു പദയാത്ര? അതായത് ബുദ്ധിസ്റ്റ് പദയാത്ര 1000 കിലോമീറ്റർ ആണ്. എവിടെ നിന്ന് മുതൽ? സന്നദ്ധിയിൽ നിന്ന് ബാംഗ്ലൂരുവിലേക്ക്. അപ്പോൾ ഈ സന്നദ്ധി എന്ന് പറയുന്ന ഒരു ആൻഷ്യന്റ് ബുദ്ധിസ്റ്റ് സൈറ്റ് ആണ്. അപ്പോൾ ഈ ഒരു സന്നദ്ധി, അതിന്റെ ലൊക്കേഷൻ എന്താണ്, ആ ബുദ്ധിസ്റ്റ് സൈറ്റിന്റെ റിലവൻസ് തുടങ്ങിയിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടതായിട്ടുള്ളത്. അടുത്തൊരു 3 ടോപ്പിക്കുകൾ ഓൾറെഡി നമ്മൾ കഴിഞ്ഞ ദിവസങ്ങളിലൊക്കെ ഡിസ്കസ് ചെയ്തിട്ടുള്ള, നിങ്ങൾ വായിച്ചിട്ടുള്ള ടോപ്പിക്കുകളാണ്. അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് കടന്നു പോകാൻ ശ്രമിക്കുക. കാര്യമായിട്ടുള്ള ആഡപ്പ് ഇല്ല, ജസ്റ്റ് വായിക്കാൻ വേണ്ടി ശ്രമിക്കും. ഒന്ന്, റേസിംഗ് ഇമ്പ്യൂണിറ്റി പറഞ്ഞിട്ടുള്ള എഡിറ്റോറിയൽ ആണ്. സുപ്രീം കോടതി പ്രത്യേകിച്ചും ആർബിട്രറി ആയിട്ടുള്ള ടാർഗറ്റഡ് ആയിട്ടുള്ള ഡിമോളിഷൻസിനെതിരെ, ബുൾഡോസർ രാജിനെതിരെ കഴിഞ്ഞ ദിവസം സുപ്രീം കോടതി ഇടപെട്ടിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വന്ന എഡിറ്റോറിയൽ ആണ്. അപ്പോൾ എഡിറ്റോറിയൽ ഒന്ന് വായിച്ചു നോക്കാൻ വേണ്ടി ശ്രമിക്കാം. അതേപോലെ തന്നെ 2024 ഇലക്ഷൻ റിസൾട്ട് ദാറ്റ് ലീവ്സ് മെനി അൺസ്റ്റൗണ്ടഡ് എന്ന് പറഞ്ഞിട്ടുള്ളതാണ്. ആക്ച്വലി അത് ഇലക്ഷനുമായി ബന്ധപ്പെട്ട് അതിന്റെ റിസൾട്ടുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ളതാണ്. നമുക്ക് വലിയ റിലവൻസ് ഇല്ല എന്ന് പറയാം, കാരണം ഔട്ട്ഡേറ്റഡ് ആണ് ഓൾറെഡി. അടുത്തത്, ഷുഡ് ഇന്ത്യ കണ്ടിന്യൂ ടു ബോയ്ക്കോട്ട് ക്രിക്കറ്റ് ഇൻ പാകിസ്ഥാൻ എന്നുള്ളതാണ്. അപ്പോൾ ഓൾറെഡി പാകിസ്ഥാനിൽ നടക്കുന്ന ചാമ്പ്യൻസ് ട്രോഫി ഇന്ത്യ ബോയ്ക്കോട്ട് ചെയ്യാൻ വേണ്ടി പോകുന്നു എന്ന് പറഞ്ഞിട്ട് ഒരു വാർത്ത നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുണ്ടായിരുന്നു. അതുമായി ബന്ധപ്പെട്ട് വന്നിട്ടുള്ള ഒരു ഇന്റർവ്യൂ ആണ്. അപ്പോൾ അതിൽ ഒപ്പീനിയൻസ് പറയുന്നുണ്ട്. ജസ്റ്റ് ഒന്ന് വായിച്ചു നോക്കാം. ഇന്ത്യ പാകിസ്ഥാൻ തമ്മിലുള്ള ബന്ധത്തെ മെച്ചപ്പെടുത്താൻ അത് സഹായിക്കും. ബോയ്ക്കോട്ട് ചെയ്യാതിരിക്കുന്നത് ഇന്ത്യയും പാകിസ്ഥാനും തമ്മിലുള്ള പ്രശ്നത്തെ മെച്ചപ്പെടുത്താൻ, പ്രശ്നത്തെ പരിഹരിക്കാനും മെച്ചപ്പെടുത്താനും സഹായിക്കും എന്നുള്ളൊരു സത്യമാണ്. ബട്ട് അതിൻ്റെതായിട്ടുള്ള കോംപ്രമൈസുകൾ, സെക്യൂരിറ്റി റിലേറ്റഡ് ആയിട്ടുള്ള കോംപ്രമൈസുകൾ ചെയ്യേണ്ടതായിട്ട് വരും. സോ ഇന്ത്യ എടുത്ത തീരുമാനം ശരിയാണോ എന്നുള്ളത് ചർച്ച ചെയ്യുകയാണ് ചെയ്യുന്നത്. സോ അതും ജസ്റ്റ് വേണമെങ്കിൽ ഒന്ന് വായിച്ചു നോക്കാം. ഈ 3 ടോപ്പിക്കുകൾ നമ്മൾ ഓൾറെഡി കവേർഡ് ആയിട്ടുള്ള ടോപ്പിക്കുകളാണ്, ഡെയിലി കവർ ചെയ്യുന്നതാണ്. അപ്പോൾ ഈ ഒരു ടോപ്പിക്കുകളാണ് വായിക്കാനായിട്ടുള്ളത്. അപ്പോൾ ഇത്തരത്തിൽ ഡെയിലി ടോപ്പിക്കുകൾ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് താഴെ മെസ്സേജ് ചെയ്യാവുന്നതാണ്. ഡെയിലി ഈ ഒരു ടോപ്പിക്ക് നമ്മൾ കണ്ടിന്യൂ ചെയ്യുന്നതാണ്. ഇതൊരു ഈ ഒരു ട്രയൽ ബേസിസിൽ സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളതാണ് എന്ന് കൂടി ഓർത്ത് വെക്കാം. അപ്പോൾ ഈ ഒരു ന്യൂസുകളുടെ അനാലിസിസുമായിട്ട് ഇന്ന് വൈകുന്നേരം കാണാം. മെമ്പർ കമ്മ്യൂണിറ്റിയിൽ നിങ്ങൾക്ക് ന്യൂസ് അനാലിസിസുകൾ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ വൈകുന്നേരം ന്യൂസ് അനാലിസിസുമായി കാണാം. അതുവരെ ഗുഡ് ബൈ, ഓൾ ദി ബെസ്റ്റ്.